അസ്സലാമലൈക്കും. അപ്പോൾ പറ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വ്ളോഗാണ്. സോ ഞാനും ഇവളുമാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അഥവാ ഫ്ലോപ്പ് ആയാലോ വിചാരിച്ചിട്ട് ഞങ്ങൾ ഉമ്മനെയും കൂടെ കൂട്ടുന്നുണ്ട്. അപ്പം ഡൽഹിയിൽ നിന്ന ടൈമിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിച്ചൊരു ഐറ്റാണ് ചിക്കൻ ചങ്കേസി. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് തോന്നുന്നു. സോ അത് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. സാധനങ്ങൾ എന്താ വേണ്ടത്, എങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് അത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഇനി താഴെ പോയിട്ട് നോക്കട്ടെ എന്തൊക്കെയുള്ളത്. അവിടെ ഇനി എന്തെങ്കിലും ഐറ്റംസ് ഇല്ലെങ്കിൽ ഇത്രയും സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ നോക്കണം. പക്ഷെ കണ്ടിട്ട് സിമ്പിളാട്ടോ, വീഡിയോ കണ്ടിട്ട് ഭയങ്കര സിമ്പിളാണ്. ഇനി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇനി എന്തായാലും പോയി നോക്കി ഐറ്റംസ് ഇല്ലാത്ത ഐറ്റംസ് ഷോപ്പിൽ പോയി വാങ്ങിയിട്ടൊക്കെ വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ രാവിലെ തൊട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഇന്നലെ ഞാൻ വൈകുന്നേരം രാത്രി എങ്ങാനും പറഞ്ഞാണ് നമുക്ക് ചിക്കൻ ചങ്കേസി നാളെ ഉണ്ടാക്കാം, വീഡിയോ എടുക്കാം, വ്ളോഗ് ഇടാമെന്നൊക്കെ. അങ്ങനെ ഉമ്മനോട് അത് ഏൽപ്പിച്ച് പോയി. രാവിലെ ഉമ്മ വന്ന് പറഞ്ഞ് നമുക്ക് രാവിലത്തെ ചായക്കടിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ തുടങ്ങിയ സാധനമാണ്. ഇതുവരെ നട്ടുച്ച ചോറും കഴിഞ്ഞ് വൈകുന്നേരം ആവാനായി, 2:15 കഴിഞ്ഞ് 3 മണി ആവാനായി. ഈ ടൈമായിട്ട് ഇതുവരെ ആയിട്ടും കഴിഞ്ഞില്ല. അതിൻ്റെ റീസൺ ആര് കാരണം എത്രയും ലേറ്റായി? അയ്യോ, വെറുതെ വെക്കെടുക്കുക അല്ല. ആരാ നേരം വെക്കാരാ? ഉമ്മി, ഓളുമ്മി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന വടം പറഞ്ഞ് ചായ കുടിച്ചിട്ട് ചെയ്യാം. അത് ഞാൻ പറഞ്ഞ് ഈ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് സാധനം അവിടെ ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ അതൊക്കെ നോക്കി ഉണ്ടോയെന്നുള്ളത് സെറ്റാക്കി സാധനം വാങ്ങിക്കൊണ്ടുവരും, എന്നിട്ടുണ്ടാക്കാം. അങ്ങനെ സാധനം വാങ്ങി കൊണ്ടുവന്നപ്പോൾ മമ്മി ഉച്ചക്കത്തെ ചോറ് തിന്നിട്ടാവാം. ഉച്ചക്കത്തെ ചോറ് തിന്നതിൻ്റെ ശേഷം പറയാം അപ്പം കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിയും കഴിഞ്ഞ് ഇപ്പം തിരിഞ്ഞത് അലക്കാൻ ചിക്കൻ പോയാം. വെക്കണം. അതിന് ആദ്യം നിങ്ങളൊന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ചങ്കേസി നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒറ്റക്കോ ഉണ്ടാക്കുമോ? ഇല്ല, നമ്മള് ഇല്ല, രണ്ടാളും ഉണ്ടാക്കില്ല, 3 ആള്. ഇമ്മനെ കൂട്ട് അല്ലെങ്കിൽ അവസാനം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചിക്കൻ ചങ്കേസി ഉണ്ടാക്കാനുള്ള പ്ലാനിങ് മാത്രമേ ഇതുവരെയായിട്ട് നടക്കുന്നുള്ളൂ. ഇതുവരെ തുടങ്ങിയിട്ടില്ല. സാധനം വരെ ഞാൻ ഒരാൾക്ക് ഏൽപ്പിച്ച് സെറ്റാക്കി കൊടുത്ത്, പക്ഷെ ഇതുവരെ തുടങ്ങിയില്ല. എന്താ ഫസ്റ്റ് വേണ്ടി? എന്താ ഫസ്റ്റ് വേണ്ടി? ഫസ്റ്റ് ഈ പോയി ബുക്ക് എടുത്തോ, നമ്മൾ എഴുതി വെച്ച ബുക്ക് എടുത്തു. ആദ്യം ചിക്കൻ ഉമ്മ കേൾക്കുന്നുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, സാൾട്ട്. ഫസ്റ്റ് ചിക്കനാണ് വേണ്ടത്. ചിക്കന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. സൗണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് വേണ്ടത്. അതവിടെ ഷോപ്പിൽ നിങ്ങൾക്ക് കിട്ടിയില്ല, അത് നിങ്ങൾ ഉണ്ടാക്കണം. ഉണ്ടാക്കും. പിന്നെ ബാക്കി സാധനങ്ങൾ ഓരോന്നോരോന്ന് എടുത്ത് വെക്കാം. ആദ്യം സാധനങ്ങൾ എടുത്ത് തരാം. ഉപ്പ്, അത് നമ്മൾ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാത്ത സ്ഥിതിക്ക് ഞങ്ങൾ സാധനമൊക്കെ അമ്മനെ കൊണ്ട് എടുത്ത് വെപ്പിച്ചതിന് ശേഷം ബാക്കി വീഡിയോ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, ബൈ ബൈ ബൈ. പപ്പടം, കണ്ണുള്ള പപ്പടം, കണ്ണുള്ള പപ്പടം, മൂക്കുള്ള പപ്പടം, അയ്യോ വീണ് പോയി പൊടി പൊടി പപ്പടം. തുളിച്ചാണി കഴിയെങ്കിൽ പിന്നെ ഹലോ ഗൈസ്, ഉമ്മ ജിഞ്ചർ പേസ്റ്റ് ഉണ്ടാക്കണ്ടേ. ജിഞ്ചർ എന്താ? ഇഞ്ചി. ഗാർലിക്കോ? വെളുത്തുള്ളിയും ചില്ലി. എന്താ ചില്ലിയോ? മുളക്. അത് ശരി, നിങ്ങൾ പറഞ്ഞെടുക്കാനാണ് പിന്നെ ചോദിക്കണം. മുളക്. മുളക്. അപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ആക്കുന്നത് മുളക്. നൈസ്. ഈ ഒന്നും കിട്ടുന്നുണ്ടോ? ഇല്ല.
അമ്മ അവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ ആ ടൈം കൊണ്ട് നമുക്ക് പൊടിക്കാനുള്ള പൊടിക്കാം. കുരുമുളക്. അപ്പോൾ ഫസ്റ്റ് കുരുമുളക്. രണ്ടും പേടിച്ച് രണ്ട് സൈഡ് എടുക്കുന്നുണ്ട് ഓണാക്കിയാൽ. ജീരകം. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാണ്. ഇനി ഓരോ സാധനങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റത്തെ എന്താ? ചിക്കൻ. പിന്നെ ടൊമാറ്റോ അരച്ചത്. പിന്നെ ഇതിൽ കൊറിയാണ്ടർ ഉണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, അതേപോലെ ജിഞ്ചർ ഗാർലിക് ചില്ലി ക്രഷ് ചെയ്തതുണ്ട്. പിന്നെ കാണുന്നില്ല. ഇതെന്താ? ഉള്ളി മുളകും. ഉള്ളി മുളകാണ്. പിന്നെ ഉപ്പ്, തൈര്, ലെമൺ, ക്രീം. ഫ്രഷ് ക്രീമാണ്. അവിടെ അമ്മ ഉണ്ടാക്കിയതാട്ടോ. ഇതെന്തൊക്കെ വെച്ചുണ്ടാക്കി? പാലും കോൺഫ്ലോറും പഞ്ചസാരയും. പാലും പഞ്ചസാരയും കോൺഫ്ലോറും. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാനുണ്ട്. പിന്നെ ബട്ടർ. അതെന്തേനു? ബട്ടർ. പിന്നെ ഇതെന്താ? മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത് കുരുമുളക് പൊടി. കുരുമുളക്. പിന്നെ അത് പെപ്പർ. അല്ല, ജീരകം. കുരുമുളകാണ് പെപ്പർ. പിന്നെ മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടി. കാശ്മീരി ചില്ലി. പിന്നെ ഗരം മസാല. ഓക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കും. അതെ, ഉണ്ടാക്കി കാണിച്ചത്. ചിക്കൻ എടുത്ത് ഇനി അധികം ഓരോന്ന് മിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാ വേണ്ടത്? പേസ്റ്റ് ആ സ്പൂൺ എടുത്തോ. സ്പൂണോട് ഇതാ ഉപ്പിലുള്ള സ്പൂൺ എടുത്തിട്ട് കുറച്ച് ഫസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നോക്കാം. അപ്പം ഏകദേശം എല്ലാ ഐറ്റംസും കൂടെ കഴിക്കാൻ നല്ല രസമുണ്ടോ? പിന്നെ നല്ല രസം. കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടോ? ആയില്ല, അതിൽ മുളക് ഉള്ളത് തന്നെ അവിടെ മിക്സ് ആയില്ല. പറ്റില്ല, തിന്നാൻ പറ്റില്ലല്ലോ എനിക്ക്. അതില്ല മുളക് പൊടി കാശ്മീരിയാ ഉണ്ടാക്കുന്ന ഞാനന്നേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ. ഞാൻ മുഖം ഒന്ന് കാണിക്കും. സ്റ്റൈലാവൊന്നും വേണ്ട, മുഖം കാണിച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ കൂടെ നീ പൊരിക്ക് എണ്ണ ഒഴിച്ചിട്ട് കയ്യേക്ക് നബീലിൻ്റെ ഉമ്മ ഇതാ. ഇനി ഇതെന്താ? ഇനി ഓയിലിൽ ഇട്ട് പൊരിക്കാം. കോക്കനട്ട് ഓയിൽ തന്നെയല്ലേ? അപ്പോൾ ഓയിൽ തന്നെ. എന്നാ വെളിച്ചെണ്ണ വെക്കുന്നത്. അതിലേക്ക് ഇനി ചിക്കന് ഫ്രൈ ചെയ്യാടണം. എന്താ അതിന് ഫ്രൈ ചെയ്യട്ടോളി. ചെയ്യട്ടെ. ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, എന്നിട്ട് എന്നോട് വീഡിയോക്ക് മാത്രം ഈ ചെയ്തു പറഞ്ഞാണ്ട് ഇന്നും അമ്മേൻ്റെതായ രീതിയിൽ ചെയ്യുന്നു. ഇതെല്ലോടത്തും എത്തണ്ടേ? കായം കൂട്ടിയാൽ പിന്നെ ശരിയാണ്. ചിക്കൻ മേലൊക്കെ പിടിക്കണ്ടേ? പോരായി ഉപ്പും മുളകും ഒക്കെ പോരായി ഉള്ളത് വീണ്ടും ആഡ് ചെയ്യാന്ന്. ഈ ഒന്നും പറയുന്നില്ലല്ലോ. ഇല്ല, നമുക്കൊന്നും പറയല്ലേ? എന്താ പറയാ? സാഹിറ ടീച്ചറാണ് കഴിക്കുന്നത്. സാഹിറ ടീച്ചറാണ്. നബീലിന്റെ ഉമ്മയാണ് സാഹിറ ടീച്ചർ. 5-6 വട്ടങ്ങളെ സാഹിറാന്ന് വിളിച്ചിട്ട് ഇതാകുമ്പോ തിരിച്ചൊന്നും അടിയൊന്നും കിട്ടൂലല്ലോ. സേഫാ. ആയിക്കോട്ടെടാ. എന്ത് ഇക്കൂന്നാണോ വിളിച്ചേ? ഇക്കുന്റെ ഉമ്മയാണ് സാഹിറിന്റെ മോളാണ്. നുനുന്റെ അനിയത്തിയാണ് മമ്മ. എന്റെ അനിയത്തിയല്ല, എന്റെ താത്തയാണ്. ദീദിന്റെ താത്തയാണ് മമ്മ. മമ്മയുടെ കുട്ടിയാണ് ഞാന്. എന്റെ ഉപ്പ
പപ്പയാണ് പപ്പ. ഫുള്ള് അങ്ങോട്ടോട്ട് പോവല്ലോ. മതി 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 മിണ്ടാക്ക് മിണ്ടാക്ക് മിണ്ടിപ്പിച്ചാലും കുഴപ്പ. അപ്പൊ അതേപോലെ നമ്മള് ബാക്കി ഫ്രൈ ചെയ്തതിന് ശേഷം കാണിക്കാം. ഗ്യാസ് കത്തിക്കാതെ എണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് ചൂടാവുന്നതായിരിക്കും. ശുഭം. ചൂടാക്കി വെച്ച ചട്ടിയാണ്. ഓക്കെടാ. അപ്പം ചിക്കൻ ഞങ്ങളെല്ലാം അമ്മ ഫ്രൈ ചെയ്ത് വെച്ചാണ്. ഇനി എണ്ണ ഒഴിച്ച് ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത ഉള്ളി, നേരത്തെ തൈര് എടുത്താ നമുക്കെന്താ പരിപാടി? സോറി. വളക്കിഴക്കണ കുഞ്ഞാളെ തിരിപ്പൊളക്കണ കുഞ്ഞാളെ പൈനീല കുരുപ്പീനെ കുരിപ്പോ? ആ നീലവിന്റെ അതിരുന്നുണ്ട് നീല നീല ഇറത്ത് കൊണ്ടേ ശുഭം. ഇത് മലയാളം? ആ ശരി. അപ്പം എന്റർടൈൻമെന്റ്സ് ബൈ ഇത് കഴിഞ്ഞിട്ട് ഇവ മസ്നവി. അന്നെന്താ വിളിക്കല്? പത്തു വിളിക്കും, ഇവാ മസ്നവി വിളിക്കും, നെയ്നു വിളിക്കും, നെയ്നാന്ന് വിളിക്കും, ഇനിയുണ്ടോ? ഇവൂന്ന് വിളിക്കും. കൊറേ പേരുള്ള ഒരേ ഒരു കുട്ടി. കൊതുക് ആ കൊതുക്. ആ കൊതുക കൊതുക് പറഞ്ഞിട്ട് ഇമ്മാതിരി. ഇത് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടോ കളറൊക്കെ? ആ പൊരിച്ച എണ്ണല്ലേ ചോദിച്ചു. ആ അത് മഞ്ഞാവാൻ പറഞ്ഞുകൊണ്ട് മഞ്ഞാക്കിയാണ്. സോ ഇത് അത്യാവശ്യം നല്ല വാടിയല്ലേ പറയാ. വാടിയതിൻ്റെ ശേഷം ഇനി ബാക്കി എന്താ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. പിന്നെ കറിക്ക് പിന്നൊക്കെ എന്നാലും പറഞ്ഞു കൊടുക്കി. കറി ഉണ്ടാക്കാൻ അറിയാത്തവരാണ് ഇത് കാണണമെങ്കിലോ. ഇത് ക്രഷ് ചെയ്ത് കുത്തിരിട്ട് മുളക്, ഉള്ളി, ഇഞ്ചി ഇഞ്ചി ഇട്ടിട്ട് വേവിക്കുന്നു. ഞാൻ അങ്ങനെ ഇനി ഡൽഹി പോയപ്പം ഫുഡ് ഉണ്ടാക്കിന്. കൈ കിട്ടിയ എല്ലാ പൊടിയും നമുക്ക് തോന്നിയപ്പോൾ എടുത്തിട്ട് ഒരു ചിക്കൻ വേണേ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇവിടെ സാൾട്ട് ഇടാം. സാൾട്ട് കുറച്ചിട്ടാൽ മതി. പിന്നെ വേണമെങ്കിൽ ചിക്കൻ പൊരിച്ചപ്പെട്ട് ഇതൊക്കെ കാണാം. ജീരകം, ജീരകപ്പൊടി, പെപ്പർ, ഇനിയുണ്ടോ? കാശ്മീരി മുളക് പൊടി, ഓഫ് ഗരം മസാലപ്പൊടി, കാശ്മീരി ചില്ലി, പിന്നെ ഗരം മസാല. ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് ഐറ്റംസ് ഇടാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. പക്ഷെ പേസ്റ്റ് ആയില്ലല്ലോ. ആ ടൊമാറ്റോ ഇടുമ്പോയാ ടേസ്റ്റ് ആവുള്ളൂ. പിന്നെ തൈര് ഒഴിച്ചില്ല. തൈര് ഇപ്പയാ അത് ഇട്ടിട്ട് അപ്പം ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കാം ആദ്യം. വീഡിയോ കണ്ടിട്ടാട്ടോ ഉണ്ടാക്കണേ, അത് വേറെ കാര്യം. എന്താ നിങ്ങൾ വീഡിയോ കാണാഞ്ഞിട്ടാണോ എന്തി നോക്കുന്നത്? എന്താ ഡൽഹി സ്പെഷ്യലാണെന്നും പറഞ്ഞാണ്ട് ഞാൻ ഉണ്ടാക്കിപ്പിക്കുന്ന കേട്ടോ. എൻ്റെ കാണിൽ കണ്ടാ തോന്നുന്നു ഇയ്യാ ഉണ്ടാക്കണേ. നമുക്കെല്ലാം അറിയോ? ടൊമാറ്റോ അരച്ചത്. കളറില്ലല്ലോ. ആ വീഡിയോയിലൊക്കെ നല്ല കളറുണ്ടല്ലോ തക്കാളിക്ക്. കളറ് നല്ല റെഡ് തക്കാളി ആകുമ്പോൾ ചുവപ്പ് കളറിലുണ്ടാവുമ്പോൾ ഉണ്ടാവും. ടൊമാറ്റോ സോസും കൂടെ കുറച്ച് വെച്ചു. ആ ഈ ഫോണിലാണ് കളറില്ലാത്തത്. നേരിട്ട് കളറുണ്ട്. ഞാനൊരു നേരിട്ട് നോക്കിയില്ല. പോട്ടെ, അവിടെ നിന്ന് കാണുന്നില്ല. പകുതി കളയ്യ. തൈര് ഇതാണ് കേട്ടോ ഉണ്ടാക്കുന്ന ആള്. ഉപ്പുണ്ടോ? രസമില്ല പറയണ്ടോ? ഉണ്ട്. അടിപൊളി. ഇതിന്റെ സ്മെല്ല് ഇങ്ങോട്ട് മൂക്കിലടിച്ചിട്ട് മൂക്കഴിഞ്ഞിട്ടാണോ അറിയില്ല. വല്ലാതെ എനിക്ക് മണമൊന്നും കിട്ടില്ലല്ലോ. കോഴിയില്ലാട്ടോ. ആ അപ്പം ഏകദേശം പണി കഴിഞ്ഞു. അപ്പോൾ ഇത് ഫോണ് അതിൻ്റെ ഇടയിലൊന്ന് ഓഫായി. ടെമ്പറേച്ചർ കൂടിയോണ്ട്
ഇതില് മറന്നു പോയൊരു സാധനമാണ് ഫ്രഷ് ക്രീം. ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ഫ്രഷ് പറഞ്ഞ് ലാസ്റ്റ് ആടല്ലേ, പക്ഷെ അത് ശരിക്കും തൈര് ഒഴിച്ചതിന്റെ ശേഷം ഒഴിക്കേണ്ടതാണ്. ആ പറയ്. ഞാൻ ആ ഫോണിൽ തണുപ്പുണ്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് വെച്ചിന്. ഇതാണ് ഞാൻ ഫ്രീസറിലൊന്നല്ല വെച്ചേ, അത്ര തണുക്കാൻ. അത് മൂക്കുമ്പോ അതിനെന്താ മണോ? മല്ലിച്ചപ്പിന്റെ മണമൊക്കെ ഇഷ്ടമില്ല. എന്താ പൊട്ടത്തി ഇതിന്റെ മണം ഓളിപ്പോ ടേസ്റ്റ് ഓളാ നോക്കട്ടോ. മല്ലിച്ചപ്പ് ഇഷ്ടമില്ലാത്ത ഓളെങ്ങനെ ഇനിയിപ്പോ തിന്ന? ഓള് ടേസ്റ്റ് നോക്കിയിട്ട് എന്താ അതിന്റെ അഭിപ്രായം പറയില്ലേ ഇത്തെ എന്നാ പറയും. ആദ്യം അടുപ്പത്തൊന്നും ഇറക്കി വെക്കി ഉണ്ടാക്കി സ്വന്തം സാധനം എങ്ങനെ അടിപൊളിയാന്ന് പറയാൻ. എന്താ ഓള് പറയും നോക്കിക്കോ, ഓളാണ് ഇത് ടേസ്റ്റ് നോക്കുക. ഇല്ല ചൂടില്ല ഉമ്മി ഇങ്ങോട്ട് നോക്ക്. ഉമ്മിന്റെ കയ്യിൽ നിന്ന് കഴിച്ചോ? ഓളെന്നെ ആക്കൂ ഇന്നാവൂ നോത്തേ. ഇതാരെ പഠിപ്പിച്ചെന്ന് എങ്ങനെ ചെയ്യാൻ? ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് കൊണ്ടല്ലേ ഈ അങ്ങനെ ആക്കുന്നേ. എന്താ അവസ്ഥ? ഈ കറക്റ്റ് പറയും, എന്താ അവസ്ഥ? രസമുണ്ടോ? നല്ല രസമുണ്ട്, പക്ഷെ എന്താ ചോയ ആ മല്ലിച്ചപ്പിന്റെ ചോയ എനിക്ക് ഇഷ്ടമില്ല. അങ്ങോട്ട് എനിക്കിത് കൂട്ടിയിട്ട് സാധനം നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ഓല് പറയണത്. ഞാൻ തിന്നോക്കട്ടെ. പിന്നെ ഇതിലേക്ക് ഇനി പൊറാട്ട ഉണ്ട്. ഹായ് ഹലോ അസ്സലാമലൈക്കും. ചിക്കൻ ചങ്കേസി. ആ അപ്പൊ ചിക്കൻ ചങ്കേസി ഞങ്ങൾ ഉണ്ടാക്കല് കഴിഞ്ഞു. ഞങ്ങളെല്ലാം കൂടി പറയട്ടെ അത് കുഴപ്പമില്ല, ഈ പറഞ്ഞു. ഹലോ ഗായ്സ്, ഇതാണ് ഞാൻ ചിക്കൻ ചങ്കേസി ഉണ്ടാക്കി കഴിഞ്ഞ്. ഞങ്ങളോ ആരാണ്ടാക്കി? സാഹിറ ടീച്ചറും ഞാനും. അപ്പോൾ ചിക്കൻ ചങ്കേസി ഉണ്ടാക്കി കഴിഞ്ഞാണ്. സാധനം ടേസ്റ്റ് ഏകദേശം സെയിം തന്നെയാണ്. പിന്നെ അതിൻ്റെ ആ ചാറ്റ് മസാലൻ്റെ ആ ഒരു മിസ്സിങ് എന്തോ ആണ് തോന്നുന്നു. എന്തായാലും അതിനെക്കാട്ടിയും ബെറ്ററാ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം അബ്ബനോട് പൊറോട്ട ഉണ്ടാക്കാൻ പറയും. എന്നിട്ട് നമുക്ക് പൊറോട്ടയും കൂട്ടി തിന്നാം. നമുക്ക് പക്ഷേ ഇത് പറ്റൂലല്ലോ. ഇത് പറ്റുമോ ഈ പച്ച? ആ അപ്പം ഈ തിന്നണ്ട. നൂഡിൽസ്. ശരി. അപ്പോൾ ഓക്കെ ഗൈസ്, താല്പര്യം പറ്റുന്ന പോലെ ഉണ്ടാക്കി നോക്കാം. വെറുതെ വെക്കുകയാണെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ. ബൈ ബൈ. അപ്പോൾ ഗൈസ്, പൊറോട്ട വെയിറ്റ് ചെയ്ത് തിന്നാൽ ഒന്നും തിന്നൂല. കാരണം ഉപ്പനെ വിളിച്ചപ്പോൾ ഉപ്പ പറഞ്ഞേ മരിബാങ്ക് കൊടുക്കുന്ന. സോ ഞങ്ങൾ ഇവിടെ ഉള്ള ബ്രെഡ് വെച്ച് കഴിക്കാൻ വിചാരിച്ചു. സോ കഴിച്ചോക്കാം. അതൊക്കെ നല്ല ലേറ്റ് അടിക്കുന്നുണ്ട്. എത്തുന്ന ഇറക്കിയിട്ട് പറ മോളെ. ശരിക്കും രസമുണ്ടോ? എൻ്റെ മാത്രം ഉണ്ട് പറഞ്ഞാൽ ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടമായി? കഴിച്ചോട്ടെ. അതൊക്കെ നല്ല ലേറ്റ് അടിക്കുന്നുണ്ടല്ലോ. കൊള്ളാല്ലേ? ഞാൻ എപ്പോഴും വിചാരിച്ചില്ല. പൊക്കി പറയില്ല, കൊള്ളാം. അപ്പോൾ ഓളെ പപ്പ വന്നാണ്. സോ ആ പ്ലേറ്റോട് തിന്നുന്നോടത്തുനിന്ന് പപ്പയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയാണ്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിയുന്നവരൊക്കെ ട്രൈ ചെയ്തൊക്കെ വീട്ടിൽ കൈ പോലും കഴിക്കില്ല. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ വരെ ബൈ ബൈ.